ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് ഗൈസ്. അപ്പം ഇന്നൊരു ഔട്ടിങ് വ്ളോഗാണ്. പിന്നെ എന്താ നിങ്ങൾ ഡ്രസ്സ് അയച്ചാൽ കണ്ടില്ലേ ഗായ്സ്, ഇതാണ് ഡ്രസ്സ്. പിന്നെ ഞാനിവിടെ ഒരു ലെഗിൻസും ഒരു ഷൂ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഹെയർ സ്റ്റൈൽ കെട്ടിയത്. അപ്പോൾ നമുക്ക് ഔട്ടിങ്ങിന് പോയിട്ട് വരാം. നമ്മളങ്ങനെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി കണ്ടില്ലേ ഗൈസ്, ഇവരൊക്കെ ഉണ്ട് നമ്മളോട് ഇന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഇവിടുത്തെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാനാണ് പോകുന്നത്. കാരണം സ്നാക്സൊക്കെ വാങ്ങണം. പിന്നെ ആഴ്ച ഒരു ദിവസം കിട്ടുന്ന ഔട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് മിസ്സാക്കെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ കോളേജ്. ആൻഡ് ദിസ് ഇസ് ദ ഹോസ്റ്റൽ. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഇവിടെ പേരൊക്കെ എഴുതണം. അപ്പം പോലുള്ള പിള്ളേർ പേരൊക്കെ എഴുതുക. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഇവിടുത്തെ വണ്ടികളെയൊക്കെ കണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ റോഡെല്ലാം ക്രോസ് ചെയ്ത് വന്ന് ഇനി നമുക്ക് അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ വിളിക്കണം. ഓട്ടോ വിളിച്ച് നമ്മളിനി ഓട്ടോക്കാരനോട് നമ്മളിനി വില പേശണം. അതാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. പിന്നെ ഇതാ കണ്ടില്ലേ, അവനെ ഹോട്ട്സ്പോട്ട് പോകാനായിട്ട് നമുക്ക് പോയി ഓട്ടോ വിളിക്കാം. കടന്ന് പോകാൻ പറ്റും. ഒരു രക്ഷയില്ല വെയിലെന്ന് പറഞ്ഞ. ഇപ്പൊ കറുത്തതാ, ഇപ്പൊ ടാനടിക്കൂ ടീച്ചറ. കൊട എടുക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ പിടിക്കാനുള്ള മടി കാരണം കൊട എടുക്കാതിരുന്നേ. പക്ഷെ ഇപ്പൊ തോന്നുന്നു കൊട എടുത്താൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പം എവിടൊക്കെ പോകണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇവിടെ കുറേ കടകളുണ്ട്. ചീപ്പ് റേറ്റിലുള്ള കടകളൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ മോളിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് ഇറങ്ങിയത്. ഇനിയിപ്പം ഇവിടെ ഒരു സ്റ്റോറുണ്ട്, ദുർഗ സ്റ്റോർസ്. അവിടെ ഭയങ്കര ചീപ്പ് റേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനി അവിടെ പോയിട്ട് സാധനങ്ങൾ നോക്കാം. ചീപ്പാണെങ്കിൽ ഇവിടെയൊക്കെ വാങ്ങിയിട്ട് വരാമല്ലോ. നമുക്കിനി അങ്ങോട്ട് പോകാം. അയ്യോ, നടന്ന് പാട് വന്നു. പിന്നെയും പോകണം, ഓട്ടോ കിട്ടണം ഇതിന്. അതുമല്ല ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ക്ഷീണമുണ്ട്. ഗൈസ്, നമ്മുടെ മണീനെയും കാവ്യനും നമ്മൾ കണ്ടു ഗൈസ് ഇവിടെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് എത്തി. അയ്യോ, കുറേ നേരത്തെ നടപ്പല്ല. അങ്ങനെ അവസാനം ഓട്ടോ സ്റ്റാൻഡ് എത്തി. ഇനി ഓട്ടോ പിടിക്കണം, വില പേശണം. നമുക്ക് ഓട്ടോ കയറിയിട്ട് കാണാം. ചിലപ്പോഴേ ഓട്ടോയുടെ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല തിരക്കായിരിക്കും. അതുമല്ല നല്ലോണം ക്ഷീണിച്ചിട്ടുള്ള നടന്നിട്ട്. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ എടുക്കാം ഓട്ടോയുടെ വീഡിയോ. അപ്പം ശരി, ബൈ. അങ്ങനെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇനി ഓട്ടോ വിളിക്കാൻ പോവാം. നമുക്ക് ഓട്ടോ വിളിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. ഇനി നമുക്ക് പോവാം. ഇതെടുക്കണോ?
ഈ സയൻസ് കോട്ടം അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് पांच आदमी का नहीं नहीं 5 आदमी और 1 2 3 4 जीपे ला जीपे नो कैश इन कहिए hand ओनली केरला yes केरला yes നിർത്തുന്നില്ല. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ കടയിലെത്തി. നമുക്കിവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യണം. നിങ്ങൾ കട കാണിച്ചു. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് ഒരു ടൊമാറ്റോ മുളകും പിന്നെ ഒരു പാക്കറ്റ് മിക്സും നമ്മൾ ഷെയർ ഇട്ട് വാങ്ങിച്ചു. ഇതിലെ MRP റേറ്റ് 130 ആണ്. 130 ആണ്. പിന്നെ നമുക്കിവിടെ ചീപ്പ് റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് 85 റുപ്പീസിനാണ് നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നത്. ലാഭമാണ് 85 രൂപ. ഇനി നമ്മൾ ഇവിടെ ഉണ്ടല്ല ഇവിടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് നമ്മളിവിടുന്ന് പോയി ഇനി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാണാം. ഇനി നമ്മൾ ഫ്രൂട്ട്സ് ചന്തയിലേക്കാണ് കൈസ് പോകുന്നത്, കടയല്ല ചന്ത. അപ്പം ഇനി നമ്മൾ പോകുന്നത് ഫ്രൂട്ട്സ് ചന്തയിലേക്കാണ്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം. അപ്പം നമുക്കിനി ചന്തയിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. banana how much banana 40 sorry നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല, കാരണം നമ്മുടെ അടുത്ത ഹോസ്റ്റലിൻ്റെ അടുത്തൊരു കടയിൽ നമുക്ക് അത് വലിയ പഴമാണ്. ഇവിടെ തക്കാളിക്കൊക്കെ 4 കിലോ തക്കാളിക്ക് 50 രൂപയുള്ളൂ ഗൈസ്. അതുപോലെ ഇവിടെ പച്ചക്കറിക്കൊക്കെ റേറ്റ് കുറവാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ പോകുമ്പം ഇവിടെ നിന്ന് കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി പോയിട്ട് നാട്ടിൽ പോയിട്ട് വല്ല കച്ചവടം നടത്തണമെന്ന്. ലാഭമാണ് ഇവിടെ. ഗൈസ് നമ്മളങ്ങനെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ചന്തയിൽ വന്നു. ഇവിടെ തണ്ണിമത്തങ്ങ കിലോ 40 രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വെജിറ്റബിൾസിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം. അപ്പോൾ നമുക്കിനി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാം. കിലോക്ക് എത്ര? നമ്മൾ വിചാരിച്ച പോലല്ല, ഇവിടെ വില കൂടുതലാണ്. 40 രൂപ ലാഭം. അവിടെ വന്ന് നമ്മൾ ചോദിച്ചപ്പോൾ 51 രൂപയായിരുന്നു. 200 ഇല്ല. വാട്ടർമെലോൺ എത്ര? നമ്മളൊരു ആപ്പിൾ എത്ര ചോദിച്ചു, അരി ഇങ്ങനെ കാണിച്ചു. ഞാൻ ചോദിച്ചു 20 ആണോ, പക്ഷെ കിലോ 200. കട്ടായി തരൂ. അപ്പം നമുക്കിവിടെ ഒന്നും വാങ്ങണ്ട, നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് സാധനം വാങ്ങാം. ഇനി നമുക്ക് ഡ്രീം മാർട്ടിൽ പോയിട്ട് ബാക്കി വീഡിയോ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇത് നമുക്കിവിടെ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യണം. നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ലേസ് വാങ്ങണം. ഇത് വന്നത് ലക്ഷ്യം തന്നെ ലേസ് വാങ്ങണം എന്നാണ്. നമുക്ക് കുറച്ച് ലേസ് വാങ്ങിക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. മറ്റേ ട്രീറ്റ്മെൻറ്റിൽ കുറേ സാധനങ്ങളുണ്ട്. എന്തുവാ കൺഫ്യൂഷനാണ് ഗൈസ്. ഞാൻ സാധനമൊക്കെ എടുത്തിട്ട് ബാക്കി വീഡിയോ ഇടാം, കാരണം എന്നെ എല്ലാവരും നോക്കുന്നു. എനിക്ക് ഒരുമാതിരി ആവുന്നു.
ഇനി അപ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ മാസ്ക് വാങ്ങാൻ വേണ്ടി കയറി വന്നപ്പം മേളിൽ മാസ്കുള്ളൂ, താഴെ മാസ്കുള്ളൂ. കണ്ടില്ലേ ഗൈസ്? പട്ടിഷോ കാണിച്ചിട്ട് നമുക്ക് പോകാം. ഇതാണ് ഗൈസ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. പിന്നെ എന്താ ഇവിടെ ഇഷ്ടംപോലെ ചെരുപ്പുകളുണ്ട്, ഒരുപാട് ടെഡി ബിയറൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് മാസ്കും സാധനങ്ങളും പർച്ചേസ് ചെയ്യാം. ക്ഷണിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ നമ്മളിതാ ഒരു ഗ്രേപ്പിൻ്റെ പൾപ്പ് വാങ്ങി. പിന്നെ നമ്മൾ സാധനം വാങ്ങിയപ്പം വെറും ഒരു 172 രൂപ ആയേ ഉള്ളൂ നമുക്കിന്ന്. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ കൂടെ നമ്മുടെ കൂട്ടുകാരിക്ക് ഫ്രൂട്ട്സ് വേണം. അപ്പം ഇനി ഇവിടെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഇരിക്കുക. അതുപോലെ കയ്യിൽ ഇതാകുന്ന സാധനങ്ങൾ. നമുക്ക് ഇവിടെ സാധനം വാങ്ങിയിട്ട് നേരെ ഹോസ്റ്റലിൽ പോവാം. ഇനി വയ്യ, ഫുഡ് വാങ്ങാൻ പോകണം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡും വാങ്ങാൻ പോകണം. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ ഞാൻ എടുക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ നിന്നൊരു 1 kg ബനാന വാങ്ങിച്ചു. 1/2 kg 40 rupees. കുറേ നേരമായി ഗൈസ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തെടുത്ത ഫുഡ് നമ്മൾ അയച്ച മെസ്സേജ് കണ്ടില്ല. പിന്നെ ഇപ്പം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോഴാണ് അവർ മെസ്സേജ് കാണുന്നത്. അപ്പോൾ ഒരു സമയമുണ്ടായി, ഇപ്പം 2:30-3 മണിയായി. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ നമ്മുടെ ഫുഡ് വരുള്ളൂ. അതിനുള്ളിൽ കോളേജിൽ പോകണം, ഹോസ്റ്റലിൽ കയറണം, ഫുഡും വാങ്ങണം. ഇത് കൊടുത്ത രൂപയായി. ഓറഞ്ച് പോമിഗ്രാനേറ്റിന് എത്രയാണെന്ന് അറിയത്തില്ല ഗൈസ്. പിന്നെ അവള് അങ്ങനെ നമ്മൾ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. ഇനി ഒന്ന് കിടക്കണം. നല്ലോണം ക്ഷീണിച്ച് ഗൈസ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി 10 ഉള്ളൂ. അപ്പം ബൈ ഗൈസ്, കിടക്കട്ടെ.